കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന കുറഞ്ഞ പലിശ നിരക്കിൽ സ്വയം തൊഴിൽ പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും വായ്പ നൽകുന്നുണ്ട്. ഇതിനു പുറമെ ഭവന നിർമ്മാണം, വിവാഹം, ചികിത്സ എന്നിവയ്ക്കും വായ്പകൾ ലഭ്യമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ വിശദീകരിക്കാൻ നിന്നാൽ അതിന് കുറേ സമയമെടുക്കുമെന്നതുകൊണ്ട് കൂടുതലായി ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ന്യൂനപക്ഷങ്ങളെ വർഗീയവൽക്കരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്ന ശക്തികൾ നാട്ടിലുണ്ട് എന്ന് നാം കാണണം. അവയെ തിരിച്ചറിയാനാവണം. നാടിൻ്റെ പുരോഗതിക്കും സമാധാനത്തിനും മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ഓരോരുത്തരും ഈ ഘട്ടത്തിൽ മതനിരപേക്ഷതയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുക എന്നത് അനിവാര്യമായ കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ ഐക്യവും സമാധാനവും തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമായി ഈ സന്ദേശയാത്ര മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100ാം വാർഷികത്തിന് നിറവിൽ നിൽക്കുന്ന സമസ്തക്ക് വരും കാലങ്ങളിലും കേരളത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനായി കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്